ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ നിയമസഭാ മാർച്ച് അത് കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി വരുന്നത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, കവാടത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, നിയമസഭാ കവാടത്തിന് മുൻപിലേക്ക് എത്തിയ സമരം അത് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഈ സമരത്തിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും CPM ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരത്തിൽ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് പങ്കെടുപ്പിച്ചതാണെന്നും അവർ സത്യം തിരിച്ചറിഞ്ഞു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ സമരത്തിൽ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് KK രമ MLA കൂടി ഈ സമരത്തിലേക്ക് എത്തിയിരുന്നു. MLA ഇപ്പോൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് ഇവിടേക്ക് എത്തുകയാണ്. വലിയ സമരം കഴിഞ്ഞ 21 ദിവസം 3 ആഴ്ചയായിട്ട് ഇവരെ നടത്തുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നതുമില്ല. ഞാൻ ഈ സമരത്തിന് നേരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. സമരം തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ ഇവരോടൊപ്പം വന്നു ചേർന്ന സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഈ സമരം 22 ദിവസമായിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നത് വരെയുള്ള സമരവുമായിട്ട് ആണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ചർച്ചയ്ക്ക് തയ്യാറായി ഇവരുന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിൻ്റെ സർക്കാർ തയ്യാറാകണം. കേരളത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കേരളത്തിൽ പരിഹരിക്കണം. അതാണ് ഇവിടുത്തെ ആശമാരുടെ ആവശ്യം. അതിനെ പരിഹസിച്ചതുകൊണ്ടോ പുച്ഛിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. CITUവിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ലമരം കരീം ഉൾപ്പെടെ പറയുന്നത് പാട്ടപ്പിരിവാർ എന്നും ഇർക്കിലി സംഘടനയുമാണ് ഈ സമരം നടത്തുന്നത്. ചില തൽപര കക്ഷികൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ സമരം നടത്തുന്നതെന്നാണ് ആക്ഷേപം. അല്ല, CITUവിന്റെ നേതാക്കന്മാർ, CPMന്റെ നേതാക്കന്മാർ എന്നാണ് പാട്ടപ്പിരിവ് അലർജിയായി മാറിയത്? എന്നാണ് ഇവർക്ക് മറ്റു സംഘടനകൾ ഈർക്കിൽ പാർട്ടിയായി മാറിയത്? CPM ചെറിയ പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന പാർട്ടിയല്ലേ? സമരം ചെയ്യാൻ CPMന്റെ തിട്ടൂരം വേണോ? ഇവിടെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്താൻ CPMന്റെ തിട്ടൂരം വേണോ? ഇവിടെ എന്താ തീരുമാനിക്കണമെന്ന് ഇവിടുത്തെ തൊഴിലാളികൾ കൂടി തീരുമാനിക്കുന്നതാണ്. അവർ കൂടി തീരുമാനിച്ചതാണ് ഈ തൊഴിലാളി വർഗം ഈ തരത്തിലേക്ക് എത്തിയത്. അപ്പം തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ടുള്ള തീരുമാനവുമായി ആ പാർട്ടി പോകുമ്പോൾ അതിൻ്റെ തിരിച്ചടികൾ ആ സർക്കാരിന് ലഭിക്കും. ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ CPM അനുകൂലികൾ ഇപ്പോൾ പറയുന്ന വലിയ പരിഹാസമാണ് ഇവരോട്. പ്രത്യേകിച്ചും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായി ചില സംഘടിത ശക്തികൾ ചേർന്ന് നടത്തുന്ന സമരമാണ്. അതിൽ ആശാവർക്കർമാർ പെട്ടുപോയി എന്നുള്ളതാണ് പറയുന്നത്. അല്ല, 2014 CPM ആശാവർക്കർമാരെ നേതൃത്വം വെച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. അത് ആരെ അസ്ഥിരപ്പെടുത്താനായിരുന്നു? അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലായിരുന്നോ? അന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവിയായി പോയിട്ടില്ലല്ലോ. അന്ന് ഉന്നയിച്ചത് 10,000 രൂപ ഓണറേറിയം കൊടുക്കണമെന്നുള്ള CITUവിന്റെ CPMന്റെ ആവശ്യം ഇന്ന് എവിടെ പോയി? എന്താ ഇവരുന്നയിക്കുമ്പോൾ മാത്രം അതിനെ തിരിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറയുന്നതിന്റെ യുക്തി എന്താണ്? അപ്പോൾ ഇതൊക്കെ വെറും വാദങ്ങൾ മാത്രമാണ്. സ്ത്രീകളുടെ സമരമാണ്. അതിനെ അങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല, അടിച്ചമർത്താൻ സാധിക്കില്ല. അനുജ, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് CPIMന്റെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പ്രചരണം കണ്ടതാണ്. അതിനിടയിലൊക്കെ അവർ പറയുന്ന അതിന് പ്രധാനപ്പെട്ട ആവശ്യം, ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ അതിനപ്പുറത്തേക്ക് സമരം ചെയ്യുന്നവർ ചില സംഘടനകളിൽപ്പെട്ടവരാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ പല സമയങ്ങളിലായി ഇത്തരത്തിൽ ഈ സമരത്തിനെതിരെ ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ സത്യം തിരിച്ചറിഞ്ഞെന്നും അവർ കഴിഞ്ഞ ദിവസങ്ങളിലായി 525 സമരം ചെയ്യുന്ന ആശാവർക്കർമാർ കൂടി തിരികെ ജോലിയിൽ പ്രവേശിച്ചെന്നും NHMന്റെ കണക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മാത്രമല്ല, സമരത്തിൽ നിന്നും ഈ സമരത്തിനോടൊപ്പം സഹകരിക്കാൻ കേരളത്തിൽ ആശാവർക്കർമാർ ഇല്ല എന്നുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രചരണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ എന്തായാലും ഈ നിയമസഭാ മാർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കൂട്ടം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി 1000-ലധികം വരുന്ന ആശാ വർക്കർമാർ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ നിയമസഭാ മാർച്ചിലേക്ക് പങ്കെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസ് ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു. അപ്പോൾ ആശാ വർക്കേഴ്സ് പറഞ്ഞത് അക്രമം നടത്തുന്നത് അത് അവരുടെ സമരത്തിന് ഗുണമല്ല, ദോഷമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു സമരവും അക്രമത്തിലേക്ക് എത്തില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഏറെക്കുറെ അത് ശരിവെക്കുന്ന നിലയിലാണ് ആശാ വർക്കേഴ്സിന്റെ പ്രവർത്തനം. കാരണം ബാരിക്കേഡ് ഇവിടെ വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബാരിക്കേഡിനേക്ക് അടുത്ത് പോകാനോ അത് മറിച്ചിടാനോ ഉള്ള ഒരു ശ്രമം പോലും നിയമസഭാ മാർച്ചിനിടയിൽ ഉണ്ടായിട്ടില്ല. അവരുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ആശാ വർക്കേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അനുജ, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് കഴിഞ്ഞ 22 ദിവസമായി സമരത്തിലാണ്. 22ാം നാൾ അവർ നിയമസഭാ കവാടത്തിലേക്ക് സമരം നടത്തുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് ആരംഭിച്ച സമരം ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുന്നിലാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചു. സമാധാനപരമായ ശ്രമം. നിലവിൽ അവർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധത്തിലാണ്.